ആമേൻ. ഇന്ന് പകൽ എത്ര പേർ തിരിച്ചറിയുന്നുണ്ട് ഏത് പാപിയെയും രക്ഷിക്കാൻ കഴിയുന്ന ഒരുവനാണ് എൻ്റെ യേശുവെന്ന്? ഏത് പ്രശ്നത്തെയും കൈകാര്യം ചെയ്യുന്നവനാണ് എൻ്റെ യേശുവെന്ന്. ഏത് പാപിയെയും നീതീകരിക്കുന്നവനാണ് എൻ്റെ യേശുവെന്ന്. അവന്റെ ശരീരത്തിലെ മുറിവുകളാൽ തന്റെ ജനത്തിന് സൗഖ്യം നൽകുന്നവനാണ് യേശുവെന്ന് ധൈര്യത്തോടെ വിശ്വസിക്കുന്ന ഒരു തലമുറയെ ദൈവം ആത്മാവിനാൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അവിടെ വേണ്ടത് വിശ്വാസമാണ് സഹോദരി, അവിടെ വേണ്ടത് വിശ്വാസമാണ് സഹോദര, അവിടെ വേണ്ടത് വിശ്വാസമാണ്. 4 പേർ ചേർന്നൊരു പക്ഷവാത രോഗി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. യേശു ഒരു വീട്ടിനകത്ത് ഇരുന്ന് ശുശ്രൂഷിക്കുകയാണ്. അങ്ങോട്ട് യേശുവിന്റെ അടുക്കലേക്ക് പോകാൻ പോലും വഴികളില്ല. തിക്കിലും തിരക്കിലുമായിട്ട് ജനം ഇങ്ങനെ നിൽക്കുകയാണ് പ്രസംഗം കേൾക്കാനൊക്കെ. പക്ഷെ 4 പേർ തീരുമാനിച്ചു, ഈ പക്ഷവാത രോഗിയെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചാൽ ഇവൻ ഇങ്ങനെ കിടക്കത്തില്ല, ഇവൻ എഴുന്നേക്കും. ഈ പക്ഷവാത രോഗിയെ കൊണ്ടുവരികയാണ് ഇവര് ചുമലിൽ ചുമന്നിട്ട്. ആമേൻ, സ്തോത്രം. ആ കിടക്കയോടെ ചുമന്നിങ്ങനെ കൊണ്ടുവരുന്ന സമയത്തുണ്ട് ഫുൾ ബ്ലോക്കാണ്. യേശുവിന്റെ അടുക്കൽ അങ്ങോട്ട് പോകാൻ കഴിയത്തില്ല. ഒത്തിരി ആളുകൾ അവിടെ നിൽക്കുകയാണ്. ഇവർക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണം. തടസ്സം നേരിട്ടാലും കൊള്ളാം, ഞങ്ങൾക്ക് ഇവനെ യേശുവിന്റെ മുൻപിൽ എത്തിച്ചാൽ ഇവൻ വന്നതുപോലെ പോകത്തില്ല. ഇവന്റെ കിടക്ക എടുത്ത് ഇവൻ മടങ്ങിക്കോളും. ഇങ്ങനെ ചിലർ എഴുന്നേൽക്കട്ടെ ദൈവസഭയിൽ. ഇങ്ങനെ ചിലർ അഭിഷേകത്തോടെ എഴുന്നേൽക്കട്ടെ. Yes. Oh, Rabba Shataka Rabata Lantenias Maradharatana Vedagaragathu Yalandariyadana Udabalavasham Paudadana. ഇന്ന് പകൽ ആ പക്ഷവാത രോഗിയെ കൊണ്ടുവന്നവരിലേക്ക് കണക്റ്റഡ് ആയി നിന്ന ദൈവശക്തിയാണ് ഇന്ന് പകലിൽ ഓരോരുത്തർക്കും ആവശ്യം. ഇന്ന് പകൽ അങ്ങനെ ഒരു ദൈവ സാന്നിധ്യത്തെ യാമൻ ഇന്ന് പകൽ സ്വീകരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ 4 പേർ തീരുമാനിക്കുകയാണ്, ഇല്ല, തടസ്സങ്ങളാണ്, കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അതുപോലെ തടസ്സങ്ങളാണ്, യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോകാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് അവർ ഇടവഴിയിൽ നിന്നിരുന്നെങ്കിൽ ഈ ദൈവമഹത്വം ഈ പക്ഷവാത രോഗി കാണുകയില്ലായിരുന്നു. പ്രവാചകനെ യഹസ്കേൽ പ്രവാചകനെ താഴ്വരയിലേക്ക് ഉണങ്ങിയ അസ്ഥികളുടെ അടുക്കലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പുറപ്പെടുവിക്കുമ്പം അവന് പോകാനുള്ളൊരു നിയോഗം പോലെ ആഗ്രഹം ഉണ്ടായിരിക്കണം. സ്തോത്രം. ഒത്തിരി ഉണങ്ങിയ അസ്ഥികളെ പുറത്തു കൊണ്ടുവരാൻ ദൈവം നിങ്ങളുടെ മേൽ അഭിഷേകം തന്നിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ നാവിന്റെ മുൻപിൽ ശക്തി തന്നിട്ടുണ്ട്.